അരിവാൾ, കൊടുവാൾ, കട്ടച്ചോര എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമ. അങ്ങനെ കുറേ സിനിമകൾ തമിഴിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സിനിമകൾ വരിവരിയായി ഒരുക്കിയ ഒരു സംവിധായകൻ വീണ്ടും അങ്ങനെ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കട്ടച്ചോര വെട്ടിത്തെറിപ്പിക്കുന്ന ഒരു നായകൻ. ഒരുപാട് സിനിമകളിൽ പുള്ളി ഇത് തന്നെ ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തായ് പാസം നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് തങ്കച്ചി പാസമാകും എന്ന് ഞാൻ ചില സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ടേക്ക് അവർ എത്തിച്ചിട്ടില്ല. പിന്നെ ഈ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട സമയത്ത് എത്തിച്ചേർന്ന ആളുകൾ, പണ്ട് മറ്റേ ഈ ഉത്സവം നടത്താൻ വേണ്ടി നാട്ടിലേക്ക് വരുന്ന നായകൻ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഈ സിനിമയിൽ ഒത്തുചേരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കഥയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ തിയേറ്ററിൽ ഒരു കർച്ചീഫായിട്ടിരിക്കണം. കാര്യം എപ്പോഴാണ് ചോര തെറിക്കാന്നറിയില്ല. അമ്മാതിരി വെട്ടും കൂത്തും പരിപാടിയും തന്നെയാണ് പടം. പറഞ്ഞു വരുന്നത് രത്നം എന്ന തമിഴ് സിനിമയെക്കുറിച്ചിട്ടാണ്. വിശാൽ, അയ്യോ അങ്ങനെ പറഞ്ഞ പുള്ളിക്ക് ചിലപ്പോൾ വിഷമം. പുരച്ചി ദളപതി വിശാൽ, അദ്ദേഹം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഹരി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ വേറെയും കുറേ ആളുകളൊക്കെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് എടുത്ത് പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനൊന്നും വലിയ പ്രസക്തിയുള്ളതായിട്ടും തോന്നുന്നില്ല. ഒരു നായകനുണ്ട്, സ്വാഭാവികമായിട്ടും ഓൺ ദ സ്പോട്ടിലൊരു വില്ലൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വില്ലൻ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇതൊക്കെയാണല്ലോ നമ്മൾ കാണുക. അപ്പോൾ ഈ സിനിമയിലെ വില്ലൻ്റെ ഒരു പ്രത്യേകത, പ്രധാന വില്ലൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ പുള്ളി ഇരുന്ന് അങ്ങോട്ട് മുള്ളും. സത്യമായിട്ടും എനിക്കിപ്പോൾ വരുന്ന ദേഷ്യത്തിന് ഇതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതാണ് ചെയ്യുന്നത്. അതുപോലെ പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ പുള്ളി പുള്ളിയുടെ നെറ്റി കൊണ്ട് മറ്റേ ആളുടെ മൂക്കിടിച്ച് അപ്പം തന്നെ ആൾ വടിയായിപ്പോവും. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെയുള്ള വില്ലനാണ്. പിന്നെ വില്ലൻ 24 മണിക്കൂറും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് പുള്ളിക്ക് ഇത് ഇഷ്ടമായിട്ടല്ല, പുള്ളിയുടെ 3 വിരലുകൾ ഒരു പ്രത്യേക അപകടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ അപകടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. 127 അവേഴ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് ഗംഭീര സിനിമയാണ്. ഇത് ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ ആ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന അതിഗംഭീരമായ ഒരു സീക്വൻസിലാണ് പുള്ളിയുടെ ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെയുള്ള കൈയായിട്ട് മാറുന്നത്. എന്തായാലും ആ പുള്ളി മാത്രമല്ല, വേറെ 2 പേരും കൂടിയുണ്ട്. അങ്ങനെ 3 വില്ലന്മാർ. ഈ 3 വില്ലന്മാർ കൂടിയിട്ട് നമ്മുടെ നായികയെ തുരത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ഒരു സംസ്ഥാനത്തുള്ള സകലമാന ഗുണ്ടകളും ഒരുമിച്ച് വരികയാണ്. ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് വിഷം കലക്കി കൊടുത്തിരുന്നെങ്കിൽ ആ കൊച്ചു പെട്ടെന്ന് തട്ടിപ്പോയനെ. പക്ഷേ അവരതൊന്നും ചെയ്യൂല. 25 പേരൊക്കെയാണ് കൊടുവാളും വടിവാളും ഒക്കെ ആയിട്ട് ഈ പെങ്കൊച്ചിൻ്റെ കൂടെ നടക്കുന്നത്. സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാവും ഇവരെ തട്ടാൻ പോവാണെന്ന്, അല്ലേ? ഒരാളെ കൊല്ലാൻ പോകുമ്പോൾ അങ്ങനെ കാണാടേ. എന്തായാലും അങ്ങനെ കൊല്ലാൻ പോകുന്ന ആളുകളെ നായകൻ നേരിടുന്നു. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ തെങ്കാശി പട്ടണമാണോ അതോ വേറെ ഏതെങ്കിലും ആണോ? അങ്ങനെ കുറേ സിനിമകൾ, ഒരുപാട് സിനിമകൾ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അവിയൽ പരുവായിട്ട് കിടക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ ഈ നായകൻ നായികയെ രക്ഷിക്കാൻ പോകുന്നത് പ്രേമം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അത് വേറൊരു സാധനമാണ്. അത് അഥവാ ഈ സിനിമ നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ നമ്മുടെ നായകനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പുള്ളി നായികയ്ക്ക് വേണ്ടിയിട്ട് വെട്ടും കുത്തും കൊലയൊക്കെ തുടങ്ങുകയാണ്. ഈ തമിഴ് സിനിമ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ അയൽ സംസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് റിലീസായ ഒരു പടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പടത്തിൻ്റെ പേര്? GV പ്രകാശിൻ്റെ പടം. എനിക്ക് ഓർമ്മ വന്നില്ല, ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പോസ്റ്റർ സൈഡിൽ വെക്കാം. അപ്പോൾ ആ പടത്തിൽ കേരളത്തിലുള്ള ആളുകൾ തമിഴ്നാട്ടുകാരോട് ചെയ്യുന്ന ദ്രോഹം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ള കുറേ ആളുകൾ തമിഴ്നാട്ടുകാരോട് ചെയ്യുന്ന ദ്രോഹം കാര്യങ്ങളൊക്കെയാണ്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികൾ എന്നുള്ള രീതിയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെ ആയിട്ട് വില്ലന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വെട്ടുന്നു, കുത്തുന്നു, മരിക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു, മരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ഈ വേൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉള്ളതുപോലത്തെ കുറച്ച് ബുദ്ധിപരമായ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കതിലൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് പഞ്ച് ഡയലോഗുകളുണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പോലീസുകാരനെ നമ്മുടെ നായകൻ തല്ലുകയാണ്. ആ തല്ലിയ നായകന് വേണ്ടി വാദിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കുത്തി കയറി ചെല്ലുന്ന നായകൻ്റെ മാമൻ MLA. അദ്ദേഹം പോലീസുകാരോട് പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ഞാൻ ഇന്ന് വരെ ഈ സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പകരം ഒരു കള്ളപ്രതിയെ തന്നിട്ടല്ലേ ഞാൻ എൻ്റെ ആളുകളെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. പോലീസുകാർ നിന്ന് ചമ്മാണ്. സത്യം പറയാലോ, ഈ പടത്തിന് ടിക്കറ്റ് എടുത്ത കാര്യം ആലോചിച്ചിട്ട് ഞാനും ഒന്ന് ചമ്മി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. പോലീസുകാരും റൗഡികളും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മാത്രമേ നാട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. പിന്നെ പാവപ്പെട്ട നായികയെക്കുറിച്ച് 2 വാക്ക്. പ്രിയ ഭവാനി ശങ്കർ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രം, പുള്ളിക്കാരിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആശയം. നാട്ടിൽ 5 ഏക്കർ സ്ഥലമുണ്ട്, വീടും പറമ്പും ഒക്കെ ഉണ്ട്. വീടൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്ഥിതിയിലൊക്കെയാണ്. പക്ഷേ ഇവർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷ എഴുതി ഗവൺമെൻറ് കോളേജിൽ ചേർന്നിട്ടേ പഠിക്കുള്ളൂന്നൊരു തീരുമാനമൊക്കെ എടുത്തു. അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല. പക്ഷേ ഈ നീറ്റ് പരീക്ഷ 3 പ്രാവശ്യം എഴുതി. സമയം പാഴാവുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടി BSc നഴ്സിംഗ് ചെയ്തു. അതിൽ ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നാട്ടുകാർ ചെയ്യുന്നതല്ലേ. പക്ഷേ ഈ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടി വീട്ടിലിരുന്ന്
അവിടെ വരുന്ന രോഗികളോട് അവരുടെ ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ടുന്ന മരുന്നും ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആവണമെന്നുള്ള ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹവും കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതായിട്ട് ചികിത്സ തുടങ്ങുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിക്കാരി പറയുന്ന ഗംഭീര ഡയലോഗുകളുണ്ട്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നഴ്സിനെ പോലെ ആയിരിക്കണം, നഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ പോലെ ആയിരിക്കണം. അതിന് കുറച്ച് ഡയലോഗുകൾ അതിൻ്റെ കൂടെ ഉണ്ട്. അതൊന്ന് ഓർത്തെടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ കുറേ ഡയലോഗുകളും ക്രിഞ്ച് സീക്വൻസുകളും പിന്നെ വെട്ടും കുത്തും ചോരയായിട്ട് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വെട്ടും കുത്തും ചോരാന്ന് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഫൈറ്റ് സീക്വൻസുകളായിരുന്നെങ്കിൽ ഫൈറ്റ് ഗംഭീരമായിരുന്നു എന്നെനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതൊരു തമിഴ് സിനിമയിലും നമ്മൾ കാണുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെട്ടാനും കുത്താനും വരുന്ന ആളുകളുടെ കോസ്റ്റ്യൂമിലൊക്കെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ DSP അദ്ദേഹത്തിൻ്റെയാണ് മ്യൂസിക്. പുള്ളിയുടെ മ്യൂസിക് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് സിനിമയിലുടനീളം. അത് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയുമില്ല. അതല്ലാതെ മാറ്റി നിർത്തി കേൾക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ രത്നം എന്ന് പറയുന്ന സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ രത്നം വളരെ വിലപിടിപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും അത് വെറുതെ കിട്ടിയാൽ കളയോ? ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ സമയം എന്ന് പറയുന്നത് അതിനേക്കാൾ വിലപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. ഇറങ്ങുന്ന മിക്കവാറും സിനിമകളൊക്കെ കണ്ടു തീർക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് തല വെച്ച് പോയതാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ മൊത്തത്തിൽ രത്നത്തിൽ എന്തിനു വേണ്ടി തിളച്ച കുറേ രക്തമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.